ഹലോ, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. നല്ല മൊരമൊര മുട്ട പൊരിച്ചതും റാഗി ദോശയൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം. എന്നാ ടേസ്റ്റ് എന്നറിയാമോ? മുട്ട പൊരിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ഓംലേറ്റ് ആയിട്ട് പൊരിക്കുമ്പോൾ രുചി ഇത്ര കൂടുതൽ തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സായിജിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളയപ്പം. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ വെള്ളയപ്പം ഉണ്ടാക്കി തരാമല്ലോ. അങ്ങനെ സായുജി വീട്ടിൽ വന്നപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ വെള്ളയപ്പവും ചിക്കൻ കറിയും അതുപോലെ തന്നെ റാഗി ദോശയും പിന്നെ അതിൻ്റെ കൂടെ ഓംലേറ്റ്. ഇതൊക്കെ എന്നാ കോമ്പിനേഷനാണെന്നറിയാം. ഇത് കണ്ട് എൻ്റെ അടുത്ത് നവമി ചോദിച്ചു നവമിക്ക് തരുമോയെന്ന്. ഞാൻ പറഞ്ഞു നവമിക്കും തരാമല്ലോ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ അമ്മ, കുഞ്ഞ്, ചേട്ടൻ, അനിയൻ, അനിയത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ എന്ത് രസമാണെന്നറിയാമോ? അവസാനം ദോശയും ഇല്ല പാത്രമില്ലാത്ത അവസ്ഥയൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോഴും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സായുജിക്ക് ഇഷ്ടമാണ് വെള്ളയപ്പവും ചിക്കൻ കറി. കണ്ടോ, ഇങ്ങനെ വെള്ളയപ്പത്തിനകത്തും ചിക്കൻ കറിക്കകത്തും ചിക്കനെക്കാട്ടി കൂടുതൽ അമ്മ ഉരുളക്കിഴങ്ങ് ഇട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ, ഇക്വാളിറ്റി വേണമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓരോ പീസ് ചെയ്ത് അങ്ങനെയൊക്കെ. എല്ലാവരും കഴിച്ചിട്ട് കമൻറ്റ് പറയണേ.